ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി നമ്മളിതാ ദുബായിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാട്ടോ പോകുന്നത്. ദുബായിലുള്ള ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാട്ടോ ഇത്. അപ്പോൾ ഞാൻ കയറുന്നതിൻ്റെ മുന്നേ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമുള്ളതുകൊണ്ട് അങ്ങനെ ഇതേ നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ഫിഷ് കാണാനും പിന്നെ ഇത് ഫിഷിൻ്റെ ഈ ഒരു സ്റ്റാളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും വന്നത്, വാങ്ങാനെല്ലാം കാട്ടിയും കൂടുതൽ. അങ്ങനെ ഇതാ കടുക്കൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ വളർത്തുന്ന കേട്ടോ. ഇത് കണ്ടോ, ഒരു നീരാളി കാണുമ്പോൾ എന്തൊക്കെയോ ആവുന്നുണ്ട്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൊഞ്ചനെല്ലാം കണ്ടോ, നല്ല രസത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഇല്ലു ഷമീർക്കയും കൂടെ ആട്ടോ പോയത്. കുറേ കാലമായി ഇവിടെ പോകണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഷമീർ ഖാനെയും കൂട്ടി അങ്ങനെ പോയതാണ്. അങ്ങനെ നമ്മൾ പോയി കുറച്ച് ഫിഷൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഫിഷ്. സ്വതവേ എനിക്ക് ഈ വലിയ ഫിഷ് ഭയങ്കര വലിയ ഇഷ്ടമില്ല. ഷമീർക്ക് എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ കടുക്കല്ല സോറി ഗൈസ്, ഞണ്ട്, കൊഞ്ചനാണ് പല വെറൈറ്റി സാധനം ഞാൻ അവിടെ കണ്ടത്. പിന്നെ എന്തൊക്കെയോ മീനുണ്ട്, എനിക്ക് എല്ലാ മീനിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഇത് കണ്ടോ, നല്ല മാറ്റ് ഫിനിഷിൽ വന്നൊരു തെരണ്ടിയല്ല സ്രാവ്. അപ്പോൾ അതിനെ കാണാൻ നല്ല രസമുണ്ട്, ചിരിക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഇതാ ഷമീർക്ക് മീനിനെ പറ്റിയെല്ലാം എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. മറ്റേ ട്യൂണ ഫിഷ് ആട്ടോ ഇത്, ഈ ബ്ലാക്ക് കളറിലുള്ളത്. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞു. ചിലതൊക്കെ ഫ്രഷ് എന്ന് പറയാം, ചിലതൊന്നും തീരെ ഫ്രഷ് ഒന്നും അല്ല കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. പിന്നെ ഇതാ ഭയങ്കര കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് ആട്ടോ ഇത്, സാൽമൺ. ഇതും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറ്, കാണുമ്പോൾ തന്നെ ഇഷ്ടമില്ല. ഞാനിങ്ങനത്തെ ഒന്നും സ്വതവേ കഴിക്കലില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഞണ്ടിൻ്റെ ഒരു സെഷനിലേനെ. അപ്പം ഞണ്ട് പോയിട്ട് ഷമീർക്ക് തൊട്ടതേനു, എല്ലാം കൂടെ അടിച്ച് താഴെ വീണു. അപ്പോൾ അയാളിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതൊരു പാകിസ്ഥാനിയോ ബംഗാളിയോ എങ്ങാണ്ടതിനായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നിന്ന്. പിന്നെ അവിടുന്ന് അതും കഴിഞ്ഞ് കുറേ നടന്ന് ഇതാ ചമ്മിയ മുഖം കണ്ടോ ഷമീർ ഖാൻ്റെ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുൾ അതിങ്ങനെ നടന്ന് കളിച്ച് വേറൊന്നുമില്ല. കുറേ നടന്ന് ഇങ്ങനെ എല്ലാം കണ്ട് ഫിഷിൻ്റെ. പിന്നെ ഓരോ അതിശയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ ബ്ലോക്ക് ഉണ്ട് കേട്ടോ അവിടെ, ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ. മറ്റേ ഈ അക്യൂറത്തിലിട്ട ജീവനുള്ള ഫിഷ് ഉണ്ടല്ലോ, ഇതിനെയും പിടിച്ചിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത് ഓരിങ്ങനെ. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാത്തിനെയും കണ്ടോ കെട്ടിയല്ലോ ഇട്ടി, പാവം ഞണ്ടിന് അതിനൊന്നും ആക്കാൻ പറ്റുന്നില്ല. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. ഇതെല്ലാം വലിയ ഞണ്ടിനൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് പുറത്ത് വന്നാലോ എന്നുള്ളൊരു പേടി. വലിയ ഫിഷ് ഇതൊക്കെ അങ്ങനെ തന്നെ ഫ്രഷ് സാധനം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആ ഞണ്ടിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ മറന്നുപോയി. ഈ ഫിഷിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. കാണുമ്പോൾ എനിക്കൊരു കാഴ്ചക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തു കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം കൊണ്ട്. ഇതൊക്കെ കാണുമ്പം തന്നെ അറപ്പാകുന്നുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വന്തം മത്തി സെഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഫ്രഷ് അല്ല എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ ഫ്രഷും ഫ്രഷ് അല്ലാത്തതും കണ്ടറിയില്ല. പിന്നെ മണക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ കിങ് ഫിഷ്, പിന്നെ ഈ നത്തൾ, അതൊക്കെ വാങ്ങാൻ പോയി. ഇതിൻ്റെ ഫിഷിന് നല്ല രസമുണ്ട്, മഞ്ഞ വാലൊക്കെ ആയിട്ട് ഒക്കെ കാണാൻ വേണ്ടി പോയി. പിന്നെ അതന്നെ കുറേ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫിഷ് വാങ്ങിയിട്ട് ഷമീർക്ക് ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സ്ഥലമാട്ടോ ഇത്. കട്ട് ചെയ്യുന്ന പല സെറ്റപ്പിലൊരു കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് ഒരാൾ വലിയൊരു അമൂർ ഇങ്ങനെ എടുക്കുന്ന കണ്ടപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തു. ഇതാണ് ഫിഷ് കട്ട് ചെയ്യുന്നൊരു ഏരിയ. ഇത് അതുപോലെ തന്നെ തൂക്കത്തിനനുസരിച്ചാട്ടോ ഒരു കട്ട് ചെയ്യുന്ന പൈസ ഒക്കെ എടുക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയത് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉള്ള ഏരിയയിലാട്ടോ. പിന്നെ ആൾക്കാർ അധികം ഉള്ളതുകൊണ്ട് ഓരോ ഫേസ് ഇതിൽ കുടുങ്ങുന്ന ഒരിക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് പേടിയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ മാറ്റിക്കളയുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വെച്ചത് കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. പിന്നെ പൈസ ചോദിക്കുമ്പോൾ ഭയങ്കര കുറവൊന്നുമില്ല കേട്ടോ ഇവിടെ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ. പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പം ഓഫറൊക്കെ തരുമായിരിക്കും, എനിക്കറിയില്ല, ഡിസ്കൗണ്ടൊക്കെ. പിന്നെ നമ്മളിതാ ഈ ഒരു മോര് വാങ്ങാൻ വേണ്ടി ഈ സെഷനിൽ പോരാ. അവിടെ പലതരം കോഴി, താറാവ്, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മുട്ട, പിന്നെ അച്ചാർ, തേന്, അതൊക്കെ കണ്ടു. ഇതൊക്കെ കാണുകയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ മെല്ലെ പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.